നമ്മുടെ ചാനലിൽ പല ബുള്ളറ്റിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോസും ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വണ്ടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതെൻ്റെ കൂടെ പഠിച്ച സാംസങ്ങിൻ്റെ വണ്ടിയാണ്. ഇത് ആക്ച്വലി റീടെസ്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ റീസ്റ്റോർ ചെയ്തതാണല്ലേ? അപ്പോൾ അത്രയും വളരെ മോശമായിരുന്നു വണ്ടി, മോശം കണ്ടീഷനായിരുന്നു. കാരണം അവൻ്റെ വീട് ആക്ച്വലി നമ്മുടെ ഈ കോസ്റ്റൽ ഏരിയയിലാണ്, അതുകൊണ്ട് തന്നെ തുരുമ്പിക്കും എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവും എന്തായിരുന്നു അതിൻ്റെ ലുക്ക് എന്നുള്ളത്. അപ്പോൾ പറയൂ, എന്തൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്? വണ്ടിയിൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടലി നമുക്ക് ഒരുപാട് പാർട്സ് മാറേണ്ടി വന്നു. വണ്ടി ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. പുള്ളി ഒരു ആവശ്യമായിട്ട് പുറത്തു പോയ സമയത്ത് വണ്ടി കയറ്റി വെച്ചിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് ഫുള്ള് തുരുമ്പ് കയറിപ്പോയി, വണ്ടി ഓടിക്കാൻ ആളില്ല. വണ്ടി ടെസ്റ്റായി. അങ്ങനെ വണ്ടി വർക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് അഴിച്ച സമയത്ത്, അതായത് ഓരോന്നോരോന്ന് ഇളക്കം തോറും പൊടിഞ്ഞാണ് വന്നത്. ലാസ്റ്റ് നമുക്ക് കിട്ടിയത് ചേസും എഞ്ചിനും പിന്നെ ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങൾ മാത്രം. ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടാ, ഇതിന്റെ റിം ആക്ച്വലി വേറെ അല്ലായിരുന്നു? ഒരു റിം ഇതില് അലോയ് അല്ലായിരുന്നു? അല്ല, ഇതില് കിടന്ന റിം കുഞ്ഞു റിം ഹീറോ ഹോണ്ട റിം എന്തോണ് ഇതിൽ ഫ്രണ്ട്. ഓക്കെ. അതുപോലെ ഈ ഹാൻഡിൽ കസ്റ്റം എന്തോ അല്ലായിരുന്നു? ഹാൻഡിൽ വേറൊരു ഹാൻഡിലായിരുന്നു. വെള്ള കളറല്ലായിരുന്നു ഈ ബുള്ളറ്റ്? അല്ല, ബ്ലാക്ക് തന്നെ അല്ലേ? ഓക്കെ. പക്ഷെ ഞാൻ അവൻ എവിടെയോ ഈ ബുള്ളറ്റ് ഒരു വെള്ള ഓടിച്ചു നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതല്ലല്ലേ ഇത്? ഓക്കെ, ബ്ലാക്ക് തന്നെയാണ്. ഈ സെയിം കളർ തന്നെയാണ്? ഈ സെയിം കളറല്ല, ഇത് മുന്നേ അവർ വേറെ എവിടെ കൊടുത്ത് പെയിന്റ് ഒക്കെ ചെയ്ത വണ്ടിയായിരുന്നു. ഓക്കെ. അത് ബ്ലാക്ക് തന്നെ ആയിരുന്നു, പക്ഷെ വേറൊരു ഷെയ്ഡിലായിരുന്നു. അപ്പൊ ഈ ടാങ്ക് ഒക്കെ പുതിയതാണ്? ടാങ്ക് ഫുള്ള്, അതായത് എഞ്ചിനും ചേസും ഒഴിച്ച് ആൾമോസ്റ്റ് ബാക്കി എല്ലാം കംപ്ലീറ്റ് പുതിയതാണ്. കാര്യം വണ്ടി അത്ര മോശം അവസ്ഥയിലായി പോയി. പിന്നെ ഫ്രണ്ടും ബാക്കും അബ് രണ്ടും പഴയതാണ്. ഡിസ്കിന്റെ പ്ലാറ്റ് നമ്മൾ മാറിയിട്ടില്ല. ഓക്കെ, ബാക്കിയെല്ലാം പുതിയതാണ്. അപ്പൊ ഈ ടാങ്ക് നമ്മുടെ ജെനുവിൻ ടാങ്ക് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ആയിരിക്കും ഒരു പെയിന്റ് ക്വാളിറ്റി അല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ സ്റ്റിക്കർ കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഉള്ളൊരു ഫീൽ. മറ്റേ നിങ്ങളിപ്പോ നോർമലി നമ്മൾ വാങ്ങിച്ചോട്ടിരിക്കുന്നതിനേക്കാളും ഈ ടൈപ്പ് സ്റ്റിക്കർ നമ്മൾ ചെയ്തിട്ടില്ല, വീഡിയോയിൽ ചെയ്തിട്ടില്ല. ഓക്കെ. സ്റ്റിക്കർ, അതായത് നമ്മൾ രണ്ടാമത് മേടിച്ച് ഒട്ടിക്കുന്നത് കൂടുതൽ ആൾക്കാരും പുറത്തോടെ ഒട്ടിക്കും. ശരിക്കും ഒട്ടിച്ചിട്ട് മോളിലൂടെ ക്ലിയർ അടിക്കും. ഓക്കെ. ആ ഒരു വ്യത്യാസം നമ്മളോട് അങ്ങനെയാണോ ചെയ്യാറ്? നമ്മളോട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഒട്ടിച്ച ശേഷം ക്ലിയർ അടിക്കും. പക്ഷെ പലരും ഇതുപോലെ നമ്മുടെ ഈ ക്രോം ഫിനിഷ്ഡ് സാധനം ഉണ്ടല്ലോ, ലോഗോ, അത് പലരും ഇതേപോലെ വൃത്തികേടാണെന്ന് പറയുന്നുണ്ട്. അതിനേക്കാൾ ഇതുപോലെ സ്റ്റിക്കർ ആണ് നല്ലതെന്ന് പലരും നമ്മൾ ഓൾഡ് മോഡലാണ് ഒട്ടിക്കുന്നത്. പിന്നെ അവര് പറയുന്നതിൽ കാര്യമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഓരോ വണ്ടി ഒരു കസ്റ്റമർ ചോയ്സ് ആണ്. പിന്നെ ഓരോ വണ്ടിക്കും നമ്മൾ നോക്കും ഏതൊട്ടിച്ചാലായിരിക്കും ഭംഗി ചേരുന്നതെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഒട്ടിക്കാറുള്ളൂ. നമുക്ക് ഈ പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷെ അത് മാറ്റി ഒടിച്ച് നോക്കുമ്പോഴേ അതിന്റെ ഇതറിയാം. അത്രേ ഉള്ളൂ.